പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ തന്നെ അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം സമ്മാന പദ്ധതിയിലെ ഇന്നത്തെ വിജയികളെ അറിയാനുള്ള സമയമാണ്. നിങ്ങൾക്ക് നേരത്തെ അറിയാം, നമ്മൾ പറഞ്ഞതുപോലെ QR കോഡ് സ്കാൻ ചെയ്യുക, അതിലുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുക. ഓരോ മണിക്കൂറുകളുടെ ഇടവേളകളിലും ചോദ്യം വന്നുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നവർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത്. സ്വയംവര സിൽക്സും വണ്ടർലയും ചേർന്നാണ്. ഇന്നത്തെ വിജയികൾ ആരൊക്കെയെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ വിജയി, ഈ ദിവസത്തെ ആദ്യത്തെ വിജയി, ആദ്യ മണിക്കൂറിലെ വിജയി ആരാണ്? അപർണ CM, എറണാകുളം ജില്ലയിൽ നിന്നുള്ള അപർണ CM ആണ് ഈ ദിവസത്തെ ആദ്യത്തെ വിജയി. അഭിനന്ദനങ്ങൾ അപർണ. ഇനിയും മത്സരിച്ചുകൊണ്ടേയിരിക്കുക, സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകർക്കൊക്കെ അറിയുന്ന പോലെ ആവേശ കാഴ്ചകളുടെ കേളികൊട്ടാണ് ഈ ഓണക്കാലത്ത് അമൃത TV പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്ന നിരവധി പരിപാടികൾ നമ്മുടെ ഈ ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വിജയിയെ അറിയാനുള്ള സമയമാണ്. രണ്ടാമത്തെ വിജയിയിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്ക്രീനിൽ ആ രണ്ടാമത്തെ വിജയിയുടെ പേര് തെളിഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ദാസ്, അദ്ദേഹമാണ് രണ്ടാമത്തെ വിജയി. ദാസ്, അഭിനന്ദനങ്ങൾ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി നിങ്ങൾ സമ്മാനത്തിന് കാത്തിരിക്കണം. മണിക്കൂറുകളുടെ ഇടവേളകളിലുള്ള ചോദ്യത്തിന് സമ്മാനങ്ങൾ നിങ്ങളെ തേടി എത്തിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ വിജയിയിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ വിജയിയുടെ പേര് നമ്മുടെ സ്ക്രീനിൽ ഇതാ തെളിയുകയാണ്. അതെ, മൂന്നാമത്തെ വിജയി ആരാണ്? ആ മൂന്നാമത്തെ വിജയി നമ്മുടെ സ്ക്രീനിൽ ആ പേര് അതാ വന്നു കഴിഞ്ഞു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള രാഹുൽ കൃഷ്ണനാണ് മൂന്നാമത്തെ മണിക്കൂറിലെ വിജയിയായി മാറിയത്. അഭിനന്ദനങ്ങൾ രാഹുൽ. അമൃത TVയുടെ ഈ പരിപാടികളും ഒപ്പം നമ്മുടെ വാർത്തയും ഒക്കെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുക, ഒപ്പം എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് തരുക. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, അതിലും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടത്തുക. ഇനി നാലാമത്തെ മണിക്കൂറിലെ വിജയി നമ്മുടെ സ്ക്രീനിൽ ആ പേരത തെളിയുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ജോവാൻ ജോജി നമ്മുടെ നാലാമത്തെ മണിക്കൂറിലെ വിജയി, അദ്ദേഹമാണ്. അഭിനന്ദനങ്ങൾ ശ്രീ ജോവാൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പരിപാടികൾ ഈ ഓണക്കാലത്തും അല്ലാത്തപ്പോഴും ഒക്കെ അമൃത TV പ്രേക്ഷകർക്കായി ഒരുക്കുന്നുണ്ട്. ആ പരിപാടികൾ കാണുക, ഒപ്പം ഞങ്ങളുടെ വാർത്തകളൊക്കെ കാണുക. എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് തരുക. അഞ്ചാമത്തെ വിജയി, അഞ്ചാമത്തെ മണിക്കൂറിലെ ആ വിജയിയുടെ പേരതാ നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ശ്രീനന്ദ് കെയ്ക്ക് അഭിനന്ദനങ്ങൾ. മത്സരിച്ചുകൊണ്ടേയിരിക്കുക, സമ്മാനങ്ങൾ ഇനിയും ധാരാളം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടിയുള്ള കരുത്തും പ്രചോദനവുമായി എന്നും അമൃത TV നിലകൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ സമ്മാന പദ്ധതിയും. ആറാമത്തെ മണിക്കൂറിലെ വിജയത നമ്മുടെ സ്ക്രീനിൽ ആ പേര് തെളിയുകയാണ്. ജോസ് തോമസ്, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ജോസ് തോമസ്, അദ്ദേഹമാണ് ആറാമത്തെ വിജയി. QR കോഡ് പ്രേക്ഷകർ ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി പോയി ഈ ദിവസങ്ങളിലൊക്കെ അറിയാം. കൃത്യമായി ആ QR കോഡ് സ്കാൻ ചെയ്യുക, ഒപ്പം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുക. ഇനി ഏഴാമത്തെ വിജയിയിലേക്ക് പോവുകയാണ്. ഏഴാമത്തെ വിജയിയുടെ പേര് എന്താണ്? ഏഴാമത്തെ വിജയി കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ശശി KP. അഭിനന്ദനങ്ങൾ ശശി. ഈ ഞങ്ങളുടെ പരിപാടികളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ആവേശ കാഴ്ചകൾ നിറച്ചും നിങ്ങൾക്കായി ഈ ഓണക്കാലത്തും അല്ലാത്തപ്പോഴുമൊക്കെ അമൃത TV ഒരുക്കുന്നുണ്ട്. ഇനി എട്ടാമത്തെ മണിക്കൂറിലെ വിജയിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എട്ടാമത്തെ മണിക്കൂറിലെ ആ വിജയി എവിടെ നിന്നുള്ളതാണ്? കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള സുരേഷ് KB. അഭിനന്ദനങ്ങൾ സുരേഷ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വയംവര സിൽക്സും വണ്ടർലയും ചേർന്നാണ് നമ്മുടെ ഈ ഓരോ മണിക്കൂറിലെയും ഇടവേളകളിലുള്ള ചോദ്യങ്ങൾക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നത്. ഇനി ഒമ്പതാമത്തെ ആ വിജയിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഒൻപതാമത്തെ മണിക്കൂറിലെ വിജയി ഏത് ജില്ലയിൽ നിന്നുള്ളതാണ്? ആ പേര് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സീതു മരിയ. അഭിനന്ദനങ്ങൾ സീതു. ഒപ്പം ഞങ്ങളുടെ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുക, ഞങ്ങളുടെ പരിപാടികളൊക്കെ നിരന്തരം കാണുക. ഇനി പത്താമത്തെ മണിക്കൂറിലെ വിജയിയിലേക്ക് പോകാനുള്ള സമയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പത്താമത്തെ മണിക്കൂറിലെ ആ വിജയി ആരാണ്? നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. സജി ജോസഫ്, കോട്ടയം ജില്ലയിൽ നിന്നുള്ള സജി ജോസഫാണ് ആ വിജയി. അഭിനന്ദനങ്ങൾ സജി. ഇനി 11ാമത്തെ മണിക്കൂർ, ഇനിയും 11, 12 വിജയികളാണ് ഈ ദിവസമുള്ളത്. ഇനി 11ാമത്തെ മണിക്കൂറിലെ ആ വിജയിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. തീർച്ചയായും മത്സരിച്ച് പ്രേക്ഷകർക്കൊക്കെ ആകാംക്ഷ ഉണ്ടാകും, തങ്ങളുടെ പേരെത്തുന്നുണ്ടോ? 11ാമത്തെ മണിക്കൂറിലെ ആ വിജയിയുടെ പേര് നമ്മുടെ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ജോബിൻ MJ. അഭിനന്ദനങ്ങൾ ജോബിൻ, ആശംസകൾ. ഒപ്പം മത്സരത്തിൽ ഇനിയും പങ്കെടുക്കുക. ഇനി ഈ ദിവസത്തെ അവസാനത്തെ മണിക്കൂറിലെ ആ വിജയിയെ കൂടി അറിയേണ്ടതുണ്ട്. മത്സരം ഇനിയും തുടർന്ന് കാണിച്ച അതേ ദിവസം വരെ പ്രേക്ഷകർക്ക് മത്സരിക്കാനുള്ള അവസരമുണ്ട്. ഇനി ആ 12ാമത്തെ മണിക്കൂറിലെ വിജയ് ജ്യോതിഷ് കുമാർ, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ജ്യോതിഷ് കുമാറാണ് ആ 12ാമത്തെ വിജയ്. ഈ ദിവസത്തെ 12 മണിക്കൂറിൽ 12 വിജയികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങൾ വണ്ടർലയും ഒപ്പം സ്വയംവര സിൽക്സും നൽകുന്ന സമ്മാനങ്ങൾ നിങ്ങൾ 12 പേരെയും കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങളുടെ പരിപാടികളൊക്കെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ വാർത്തകളൊക്കെ കാണുക, ഒപ്പം എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് തരിക. ഈ
ഈ വരുന്ന നമ്മൾ അമൃത TV തുടങ്ങി 20 വർഷം പിന്നിട്ട് 21ാമത്തെ വർഷത്തിലാണ്. അപ്പോൾ ഇത്രയും കാലം തന്ന ആ പിന്തുണ ഇനിയും തുടരുക, വാർത്തകൾ സമഗ്രമായി കാണുക, എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു പക്ഷഭേദവും കാണിക്കാതെ വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ തുടർച്ചയായി നടത്തുന്നുണ്ട്.